നമസ്കാരം. ബൾഗേറിയയിലെ ബെലാസിക്ക പർവ്വതനിരയിലെ റുബൈറ്റ് പ്രദേശത്ത് ജീവിക്കുന്ന മുത്തശ്ശി വാങ്ക എന്നറിയപ്പെടുന്ന ബാബ വാങ്ക തന്റെ പ്രവചനങ്ങളുടെ പേരിൽ ലോക പ്രശസ്തി നേടിയ ഒരു സ്ത്രീയാണ്. കുട്ടിക്കാലം മുതലേ അന്ധയായിരുന്ന ബാബ വാങ്ക 1996 മരണശേഷമാണ് ലോകമെങ്ങും ആരാധകരെ സൃഷ്ടിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത്. ഇന്നും ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ആളുകൾ ഏറെ കൗതുകത്തോടെയാണ് ശ്രദ്ധിക്കാറുള്ളത്. ബാബ വാങ്ക സ്വർണ്ണവിലയെക്കുറിച്ച് നടത്തിയ പ്രവചനം അച്ചട്ടായി ഇരിക്കുകയാണ് ഇപ്പോൾ. നിലവിലെ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങുകയെന്നത് ഏറെ അപ്രാപ്യമായ ഒരു നിലയിലാണ് എത്തിയിട്ടുള്ളത്. 2026 ആഗോള സമ്പദ് വ്യവസ്ഥ കടുത്ത സമ്മർദ്ദം നേരിടുമെന്നും അതിന്റെ ഫലമായി സ്വർണത്തിന്റെ ആവശ്യം വർദ്ധിക്കുമെന്നും ബാബ വാങ്ക പ്രവചിച്ചിരുന്നു. 2026 ആകുമ്പോഴേക്കും ആഗോള സമ്പദ് വ്യവസ്ഥ കൂടുതൽ അസ്ഥിരമാകും. പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനത്തിന് ഗണ്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ബാങ്കിംഗ് മേഖലയിലെ പ്രക്ഷുബ്ധത, കറൻസിയുടെ മൂല്യത്തകർച്ച, വിപണിയിലെ ലിക്വിഡിറ്റി കുറയൽ എന്നിവയാണ് ബാങ്കിംഗ് പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. ഇത് സാമ്പത്തിക അനിശ്ചിതത്വം വളർത്തുകയും കൂടുതൽ ആളുകൾ സ്വർണം, വെള്ളി തുടങ്ങിയ സുരക്ഷിത ആസ്തികളിലേക്ക് തിരിയാൻ കാരണമാവുകയും ചെയ്യുമെന്നും ബാബ വാങ്ക ഈ പ്രവചനങ്ങൾ അക്ഷരം പ്രതി പാലിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സ്വർണം, വെള്ളി വിലയുടെ കുതിപ്പ്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ അസ്ഥിരത കാരണം നിക്ഷേപകർക്ക് വിവിധ ഓഹരിയിലുള്ള താൽപര്യം നഷ്ടപ്പെട്ടു. പണ്ടുമുതലേ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വിശ്വാസം നിലനിർത്തിപ്പോരുന്ന സ്വർണത്തിൽ മാത്രം നിക്ഷേപം നടത്തുവാൻ നിക്ഷേപകർ താൽപര്യം കാണിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വില ഇനിയും കൂടുമോ കുറയുമോ എന്നത് തീരുമാനിക്കുന്നത് കേന്ദ്ര ബഡ്ജറ്റായിരിക്കും. ഉയരുന്ന ആവശ്യം പരിഗണിച്ച് ഇറക്കുമതി തീരുവ കുറച്ചാൽ പ്രാദേശിക തലത്തിൽ സ്വർണത്തിൽ വിലയിൽ മാറ്റമുണ്ടാകും. GST റേറ്റുകളിൽ മാറ്റം വരുത്തുന്നതും വില കുറയ്ക്കുന്നതിനും സഹായിക്കും. ഇത്തരത്തിലുള്ള എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ലോകം ഒരു വലിയ ആഗോള സംഘർഷത്തിലേക്ക് നീങ്ങുന്ന വർഷമാകും 2016 എന്ന് ബാബ വാങ്ക പ്രവചിച്ചിരുന്നു. 2026 ആരംഭിക്കുന്ന ഒരു വലിയ തോതിലുള്ള യുദ്ധം വൻ ശക്തികൾ ഉൾപ്പെടെ പങ്കെടുക്കുകയും ഭൂഖണ്ഡങ്ങളിൽ ഉടനീളം വ്യാപിക്കുമെന്നും ബാബ വാങ്ക പ്രവചിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 2026 ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂമിയിലെ കാലാവസ്ഥയെ തകിടം മറിക്കും. ഇത് ഭൂമിയിലെ കരവിസ്തൃതിയുടെ ഒരു ഭാഗം പ്രദേശത്തെയും ബാധിച്ചേക്കുമെന്നും ബാബ വാങ്ക പ്രവചിച്ചിരുന്നു. അതേസമയം മറ്റു ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം, വരൾച്ച, തീവ്ര കാലാവസ്ഥാ വ്യതിയാനം എന്നിവ മൂലം ആവാസ വ്യവസ്ഥയുടെ 2/3 ഭാഗത്തിനും മാറ്റം സംഭവിക്കാമെന്നും ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. 2026 ആകുമ്പോഴേക്കും പ്രധാന തീരുമാനങ്ങളിലും വ്യവസായങ്ങളിലും ഒരുപക്ഷെ മനുഷ്യ ജീവിതത്തിൽ പോലും ആധിപത്യം സ്ഥാപിക്കുന്ന ഘട്ടത്തിലേക്ക് AI വികസിക്കുമെന്നും അവർ പ്രവചിച്ചിരുന്നു. ഒപ്പം മനുഷ്യന് അന്യഗ്രഹ ജീവികളുമായുള്ള ആദ്യ സമ്പർക്കം സാധ്യമാകുമെന്നും അവർ പറയുന്നുണ്ട്. നവംബറിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഒരു വലിയ ബഹിരാകാശ പേടകം പ്രവേശിക്കുമെന്നാണ് ബാബ വാങ്കയുടെ പ്രവചനം. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.